നമസ്കാരം. നമസ്തേ. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഢാക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുമുള്ള ബസ് സർവീസ് ആരംഭിച്ചു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷമുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നതിന് പിന്നിൽ ബംഗ്ലാദേശ് പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിൻ്റെ പുതിയ തീരുമാനമായിട്ടാണ് അറിയുന്നത്. ഇത് താരിഖ് അതായത് ഇത് അമേരിക്കയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം നേരത്തെ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കെല്ലാം, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അമേരിക്കയാണെന്നുള്ള വാർത്തയുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥ സത്യം? ഇന്നലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം അട്ടിമറിച്ച ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദം പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അതെല്ലാം പുനഃസ്ഥാപിച്ചു. ഇന്നലെ ധാക്ക, അഗർത്തല, കൊൽക്കത്ത ഈ 3 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പുനരാരംഭിച്ചു ഏതാണ്ട് 1 വർഷത്തിന് ശേഷം. അത് വലിയ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തുകയാണ്. അധികാരത്തിലേറിയ ഉടൻ തന്നെ താരിഖ് റഹ്മാൻ ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശിലേക്ക് എത്താനുള്ള വിസയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന കാലത്തോളം എത്തിയില്ലെങ്കിലും ഏതാണ്ട് ആ ഒരു ലെവലിലേക്ക് പതുക്കെ തിരിച്ചു പോവുകയാണ്. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നതിന്റെ ഒരു വ്യത്യാസമാണ്. ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഒരു ലെജിറ്റിമസി ഇല്ലായിരുന്നു. അതായത് പിന്നെ അവർക്ക് ഒരു ഇലക്ഷനിലും ജയിച്ചിട്ടല്ല അവർ അധികാരത്തിൽ വന്നത്. ഇലക്ഷനിൽ ജയിച്ച ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവർ അധികാരത്തിൽ വന്നതാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ജനപിന്തുണയുടെ ലെജിറ്റിമസിയും ഇല്ലായിരുന്നു. അതൊക്കെ മാറിയിട്ട് ശരിയായ ഒരു ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ വന്നപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മാറി. ഇനി അതിന്റെ രണ്ടാമത്തെ കാരണം ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ, അമേരിക്ക ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശിലെ സർവ്വ പ്രശ്നങ്ങളുടെയും കാരണം. അത് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇപ്പൊ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീന അവർ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അവര് അധികാരത്തിൽ നിന്ന് പുറത്തായി ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഈ ബംഗ്ലാദേശിന്റെ ഭാഗമായ സെന്റ് മാർട്ടിൻസ് ഐലൻഡ് തങ്ങൾക്ക് വിട്ടുതരണം എന്നാവശ്യപ്പെട്ട അമേരിക്കയ്ക്ക് വേണ്ടി ചില ഇടനിലക്കാർ അവരെ സമീപിച്ചിരുന്നു. അവരതിന് വിസമ്മതിച്ചു. ആ വിസമ്മതമാണ് കാര്യങ്ങൾ ഈ ഒരു നിലയിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ അമേരിക്ക ജമാഅത്തെ ഇസ്ലാമിക്ക് വൻതോതിൽ പണം നൽകുകയും അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഷെയ്ഖ് ഹസീന അന്ന് ഒരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ പല ആൾക്കാരും ചിന്തിച്ചിരുന്നു, അങ്ങനെയെങ്കിൽ ചൈന അവിടെ ഉണ്ടല്ലോ, പാകിസ്ഥാൻ ഉണ്ടല്ലോ, എന്താണ് ഇത്, ഈ ഒരു ആരോപണം അധികാരം നഷ്ടപ്പെട്ട ഒരു വിഭ്രാന്തിയിൽ ഷെയ്ഖ് ഹസീന ഉന്നയിച്ചതാണോ എന്ന് ഒക്കെയുള്ള സംശയങ്ങൾ ചിലർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ആരോപണത്തിനെ ന്യായീകരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഇന്ത്യയുടെ ഇൻഡോ പസഫിക് എന്ന് പറയുന്ന മേഖലയിൽ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും പസഫിക് മഹാസമുദ്രവും കൂടി കൂട്ടിച്ചേരുന്ന മേഖലയിൽ, അതായത് തെക്കു കിഴക്കൻ ഏഷ്യയുടെ ഭാഗത്തുള്ള കടലിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നതായിട്ട് അമേരിക്കയ്ക്ക് മനസ്സിലായി. അത് ഇന്ത്യ ഇപ്പോഴത്തെ രീതിയിൽ 45 ദിവസത്തിൽ ഒരിക്കൽ ഒരു പുതിയ യുദ്ധക്കപ്പൽ പണിഞ്ഞിറക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓരോ 45 ദിവസവും ഓരോ വലിയ യുദ്ധക്കപ്പൽ ഇന്ത്യ പണിഞ്ഞിറക്കുന്നുണ്ട്. ഇത് ഒരു വലിയ അംബീഷ്യസ്, അതായത് വലിയ ഒരു ലക്ഷ്യങ്ങളോടുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസക്തി വളരെ കുറയുകയാണ്. പരമ്പരാഗതമായിട്ട് ചൈനീസ് നേവിക്കെതിരെ ഇപ്പൊ ഫിലിപ്പൈൻസ് ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും ഒക്കെ ജപ്പാൻ ആണെങ്കിലും ഒക്കെ ആശ്രയിക്കുന്ന അമേരിക്കയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈല് വാങ്ങി ഫിലിപ്പൈൻസ്.
അതുപോലെ തന്നെ ഇന്ത്യയുടെ കൈവശം നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് ഇന്തോനേഷ്യ. അതായത് ഈ മേഖലയിലെ രാജ്യങ്ങൾ ആയുധത്തിനും സംരക്ഷണത്തിനും ഒക്കെ ആയിട്ട് ഇന്ത്യയെ സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ദക്ഷിണേഷ്യയിലെ ഒരു പുതിയ ശക്തിയുടെ ഉദയവും ഇപ്പോൾ നിലനിൽക്കുന്ന ശാക്തിക സമതുലിതാവസ്ഥ അട്ടിമറിക്കപ്പെടുകയുമാണ്. അതിന് സമ്മതിച്ചുകൂടാ. ബംഗ്ലാദേശുമായിട്ട് സംഘർഷം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ ഇവിടെ കെട്ടിയിടുന്നു. അതായത് ബംഗ്ലാദേശുമായിട്ട് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഇന്ത്യൻ നേവിക്ക് ഇവിടം വിട്ടിട്ട് അധികം പുറത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം ആദ്യം ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കിയിട്ട് വേണമല്ലോ പിന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ സംരക്ഷണം കൊടുക്കേണ്ടത്. ഈ ഒരു തന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമേരിക്ക തൽക്കാലം ചൈനയുമായിട്ടും രഞ്ജിപ്പിലെത്താൻ അമേരിക്ക തയ്യാറായിരുന്നു. ഇതിൽ ഇടനില വഹിച്ചത് പാകിസ്ഥാനാണെന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ബംഗ്ലാദേശിൽ ഇടപെടാൻ അവർക്ക് ഇപ്പോഴും ഒരു ആയുധമുണ്ട്, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗം തന്നെയാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അവരെ പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശ് എന്നുള്ള രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചതിനോട് അവർ യോജിക്കുന്നില്ല. അവരുടെ വളരെ കൃത്യമായ നിലപാട് അതാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും അവർ പാകിസ്ഥാനൊപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിക്കുകയും അങ്ങനെ അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെ അവിടെ സംരക്ഷിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഈ ഒരു ത്രികക്ഷി സഖ്യം അവിടെ രൂപപ്പെട്ടത്. പക്ഷേ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അത്തരം ആശയങ്ങൾ ഇനി പ്രസക്തിയില്ല എന്നുള്ളൊരു പൊതുനിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ മറ്റൊരു വിദേശ ശക്തിക്ക് ഇടപെടാനുള്ള ഒരു സ്പേസ് വളരെ കുറവാണ്. കാരണം താരിഖ് റഹ്മാൻ ഇന്ത്യയുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥയും അതുപോലെ ബന്ധവുമുള്ള ആളാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നാൽ, ബംഗ്ലാദേശ് പ്രസിഡന്റ് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇതിനിടയ്ക്ക് ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്നാണ്. പക്ഷെ പേര് നമുക്കാർക്കും അത്ര സുപരിചിതമല്ല. ഇപ്പൊ ഷെയ്ഖ് ഹസീന എന്നോ ബീഗം ഖാലിദ സിയ എന്നോ ഒക്കെയുള്ള പേരുകള് നമുക്ക് സുപരിചിതമാണ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റിന് അത്ര വലിയൊരു റോളില്ല മുഹമ്മദ് ഷിഹാബുദ്ദീന്. പക്ഷേ അദ്ദേഹത്തിനെ ഈ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ എത്തിയപ്പോൾ ഏതാണ്ട് വീട്ടുതടങ്കൽ പോലെയാണ് അദ്ദേഹത്തിനെ അവിടെ നിലനിർത്തിയിരുന്നതെന്നാണ്. അപ്പോ ഇപ്പോ പ്രസിഡന്റിന്റെ അധികാരങ്ങളൊക്കെ തന്നെ പുതിയ ഭരണാധികാരി താരിഖ് റഹ്മാൻ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ പ്രസ്താവനകൾ ഇപ്പോൾ നടത്താൻ തുടങ്ങി. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്ത് അവിടെ അഴിമതി അവിടെ വലിയ അഴിമതി നടന്നിരുന്നതായിട്ടും അതുപോലെ ജനാധിപത്യ അവകാശങ്ങൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടെന്നും വിദേശ ശക്തികൾ എങ്ങനെ അവിടെ കയറിയിട്ട് ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതിനെയൊക്കെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയാണ്. ഇത് ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരികൾ, അതായത് ഈ പ്രക്ഷോഭം നടത്തിയ കാലത്ത് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാക്കന്മാരെയും മുഹമ്മദ് യൂനസിനെ തന്നെയും ഇപ്പോൾ ആകെ ഒരു പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ സംശയിക്കുന്നത് വരും ദിവസങ്ങളിൽ മുഹമ്മദ് യൂനസ് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ്. അതിനും സാധ്യതയില്ലാതില്ല. കാരണം ബംഗ്ലാദേശ് പ്രസിഡന്റിനെ വീട്ടുതടങ്കൽ പോലെ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഇല്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുകയും ചികിത്സയ്ക്ക് പോലും വിദേശത്ത് പോകാനുള്ള അദ്ദേഹത്തിന് ഉള്ള അനുവാദം നിഷേധിക്കുകയും ഒക്കെ ചെയ്ത മുഹമ്മദ് യൂനസിനെ എതിരെ അവിടെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നാളെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും വിചാരണയ്ക്ക് വിധേയനായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയുടെ ഒരു പിണിയാളായ മുഹമ്മദ് യൂനസിന് ഇനിയുള്ള ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കുകയില്ല എന്നുള്ള സൂചനകളാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ പുതിയ ഭരണകൂടം നൽകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം. ഓക്കെ, താങ്ക് യു.